ഇപ്പൊ അടുത്ത് ഫ്രൂട്ട്സ് ചില്ലി ചില്ലി ഫ്രൂട്ട്സ് ചില്ലി ഗോബി കഴിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ചില്ലി ഗോബിയും ചില്ലി ചിക്കനും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ സെയിം വേ ബട്ട് ചില്ലി ഫ്രൂട്ട്സ് ഇത് ഒരിക്കലും ഗ്രേവി ആയിട്ട് പോവില്ല ഡ്രൈ ആയിരിക്കും നല്ല ഡ്രൈ ആയിരിക്കും ഒരിക്കലും ഗ്രേവി ആയിട്ട് പോകത്തില്ല ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടറിൽ കോൺഫ്ലവർ ഉണ്ട് മൈദ ഉണ്ട് മസാല സോൾട്ട് പെപ്പർ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് കലക്കി വെച്ചേക്കാണ് കുഴമ്പ് വരും അതിൽ അത് നമ്മൾ ഈ ഫ്രൂട്ട്സിൽ അത് പൈനാപ്പിൾ ആപ്പിൾ വാട്ടർമെലൺ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് എന്താ ശരിക്കും ഇത് സിംപ്ലി നാടൻ അല്ല പക്ഷേ ഈ ഫ്രൂട്ട്സിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഫ്രൂട്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ വിഭാഗത്തിൽ പെട്ടതല്ല എങ്കിലും ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി മെയിൻ കോഴ്സും ബാക്കിയെല്ലാം ഈ ഫ്രൂട്ട്സിൻ്റെ വരുമ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം നമ്മളെപ്പോഴും പച്ചക്കറിയും അതുപോലെ തന്നെ എല്ലാം പഴങ്ങളും കഴിക്കുന്നുണ്ട് പിന്നെ അത് നമ്മളതിൽ പെടും നമുക്ക് കാണാം അല്ലേ മെയിൻ കോഴ്സും ബാക്കിയെല്ലാം ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാം ഒന്ന് എണ്ണയിലിട്ട് അങ്ങ് പൊരിച്ചെടുക്കും ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇപ്പോൾ ഇത് എവിടെയും ഇട്ടില്ല സോ മേ ബി യു ക്യാൻ ടെൽ എൻ്റെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി പറയാം ഗൂഗിൾ അമ്മാവൻ അങ്ങനെ പറഞ്ഞു എന്നോട് എല്ലാം ഇവിടെ നിന്ന് ഉദിച്ചാന്നാണ് ഈ പറയുന്നത് അല്ല ഞാൻ നോക്കി ചെയ്ത് നോക്കുമ്പോ അപ്പൊ ഇതിന്റെ മസാല കൂട്ട് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ ഇതില് ബാറ്റർ ഉണ്ടാക്കാം എന്തൊക്കെയാ ബാറ്ററിൽ ജസ്റ്റ് മൈദ കോൺഫ്ലവർ പിന്നെ ഒരു നമ്മുടേതായ മസാല ഉണ്ട് അതെന്താണ് അത് പറയില്ല ടോപ്പ് സീക്രട്ട് ഓക്കെ നമ്മുടേതായ ഇവിടുത്തെ മാത്രമായിട്ടുള്ള മസാല ഉണ്ട് അത് പറയത്തില്ല അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തിരി പെപ്പർ പൗഡർ ഉണ്ട് പിന്നെ ഇത്തിരി പഞ്ചാര അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാണ് ഓർഡർ ഉണ്ട് എന്ത് ഒരു വെജിറ്റബിൾ നൂഡിൽസ് ഒരു ഫ്രൈഡ് റൈസ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വറുത്ത് അങ്ങനെ കോരി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ബാറ്ററൊക്കെ ഇട്ട് ബാറ്റേഴ്സ് എല്ലാം മുക്കി ആ എണ്ണയിലിട്ട് പൊരിച്ചങ്ങ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി സവോള അതെന്താ ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ടൊന്നിട്ട് സോട്ട് ചെയ്യാണ് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട് പച്ചമുളക് നടുവേ കീറിയത് അതും ഇട്ടിട്ടുണ്ട് ഇതോടെ ക്യാപ്സിക്കം പിന്നെ സവോള എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അറിയാലോ ഈ ചൈനീസ് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ആ ഒരു സ്മെല്ല് ആ ഒരു ഫ്ലേവറേ എന്താണെന്ന് ബാക്കിയെല്ലാം സെയിം ആ ഒരു രീതി ചില്ലി പേസ്റ്റ് ഫ്രൂട്ട് ആയാലും നമ്മൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുമല്ലേ ഇപ്പോൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മുടെ പൊടികളെല്ലാം കൂടി ഇതാണ് ഇനിയാണ് നമ്മുടെ രാജാക്കന്മാർ നമ്മുടെ ഫ്രൂട്ട്സ് വരാതിരിക്കുന്നത് ഇട്ടിട്ടുള്ള ഇടാൻ പോകുന്നുള്ളൂ ഇവിടെ ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇട്ടു സ്പ്രിംഗ് ഓണിയനെ നമ്മൾ ഏതാ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്രൂട്ട്സും ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നു ഫിനിഷ് എത്ര പെട്ടെന്ന് നമ്മുടെ മഞ്ചൂരിയൻ അല്ല പറ്റിക്കരുത് ചില്ലി ഫ്രൂട്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നത് അല്ല അപ്പോൾ നമ്മുടെ ചില്ലി ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഫ്രൂട്ട് നൂഡിൽസ് ആയി ഇപ്പൊ ചില്ലി ഫ്രൂട്ടും ആയി ഇനി നമ്മളടുത്ത് ടിക്ക ഇന്ത്യൻ ഡിഷ് നമ്മുടെ ഫ്രൂട്ട് ടിക്ക എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇതെങ്ങനെയാ നമ്മൾ ഫസ്റ്റ് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ ഇത് കട്ടത്തൈര് അതായത് സാധാരണ തൈര് ഉണ്ടെങ്കിൽ പോലും തുണിയിൽ വെച്ചിട്ടൊന്ന് കെട്ടി കുറച്ചേരം കെട്ടിയിട്ടിട്ട് അതെടുത്താൽ ആ വെള്ളം കളഞ്ഞിട്ട് ഈർപ്പം മറ്റേ നമ്മള് സാധാരണ തുണിയിൽ വീട്ടിൽ കിഴി കെട്ടിയിട്ട് വെള്ളം കട്ട എടുക്കൂലേ കട്ടെടുക്കാം അതെടുക്കാം അപ്പൊ അതാണത് അത് നല്ല ഹെൽത്തിയാണ് ആക്ച്വലി ആണോ എന്നാണ് വെപ്പ് എനിക്കിട്ട് വെച്ചതാണോ അതോ അല്ല
വെച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്, ഏക്കില്ല. ഉപ്പ് ഇടണം. ഉപ്പിട്ടു. ബ്ലാക്ക് സോൾട്ട്, ചില്ലി പൗഡർ, ഇച്ചിരി മുളക് പൊടി. ഇത് ആക്ച്വലി കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലീസാണ്. കുരുമുളക് പൗഡർ, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിച്ചത്, ജീര, ഗരം മസാല ഇതെല്ലാം കൂടി അങ്ങ് യോഗട്ടിലിട്ട് മൊത്തം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല എല്ലാത്തിൻ്റെ ആ ഒരു മിക്സിൻ്റെ സ്മെല്ല് ഫ്ലേവർ വരുന്നത്. അതിൽ ആപ്പിൾ ഇട്ടു, പഴം ഇട്ടു, വാട്ടർമെലൺ ഇട്ടു, പപ്പായ ഇട്ടു, പൈനാപ്പിൾ ഇട്ടു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തു. ആ ഒരു മാരിനേഷൻ മൊത്തം എല്ലാത്തിലും ആയി അങ്ങ് നിൽക്കുക. അങ്ങനെ ഓൾറെഡി ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ മാറി. ആ ഒരു മാരിനേഷൻ്റെ ചില്ലി പൗഡറും ബാക്കിയെല്ലാം കൂടി വന്നപ്പോൾ. അപ്പോൾ ശരിക്കും നമ്മൾ ടിക്ക എന്ന് പറയുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള മീറ്റ് പീസും ബാക്കി എല്ലാം ആണ് ചെയ്യുന്നത്. ഇത് സോഫ്റ്റ് വാട്ടർമെലൺ കണ്ടില്ലേ? സോഫ്റ്റ് അല്ലേ? പക്ഷേ അതിന് പോകില്ല പെട്ടെന്ന്. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു മസാല കോട്ട് ചെയ്യുന്നുണ്ട്. സോ ഹാർഡ്ലി ആ മസാല നമ്മൾ ബേൺ ആവുള്ളൂ. ഫ്രൂട്ട്സിന് റിയൽ ബേണിങ് വരില്ല ശരിക്കും പറഞ്ഞാൽ. പോവില്ലേ നമുക്കത് കഴിച്ചു നോക്കുമ്പോൾ തണ്ടൂരിലേക്ക് വേണ്ടിയിട്ട് സ്ക്വയറിൽ നമ്മൾ നോർമലി ടിക്കാസ് എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം വേ. ഇത് ഫ്രൂട്ട്സ് അലിഞ്ഞു പോകുമെന്ന് ചോദിച്ചു, ഇപ്പോൾ പൊടിഞ്ഞു പോകുന്നതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഇത്രയുള്ള കട്ടിയുള്ള പീസ് ആക്കണം. കാരണം ലൈറ്റർ പീസ് ആണെങ്കിൽ മുറിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇത് സ്ക്വയറിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തണ്ടൂരിലേക്ക് സ്ക്വയറിലായി കഴിഞ്ഞാൽ തന്തൂരിലേക്ക് നമ്മൾ വയ്ക്കാൻ പോകണം. വയ്ക്കാം. അപ്പോൾ തന്തൂരിലോട്ട് പോവാം. നമ്മൾ തന്തൂർ ചെയ്യുന്ന സ്ഥലത്തോട്ട് തണ്ടൂർ എന്ന് പറയും, തന്തൂർ എന്ന് പറയും. ഞങ്ങൾ തന്തൂർ എന്ന് പറയുള്ളൂ. ശരി, അങ്ങനെ. അപ്പോൾ നമ്മൾ തന്തൂരിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 5 minutes 5 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഫ്രൂട്ട്സ് ആണ് അധികം അവിച്ച് കളയാൻ പാടില്ല. ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ബിക്കോസ് വാട്ടർമെലൺ പപ്പായ അതൊക്കെ ഹൈലി വാട്ടർ കണ്ടന്റ്. ഓക്കെ, സോ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സാധനം എടുത്തുകൊണ്ട് ടിക്ക ആയിട്ടുണ്ട്. പിന്നെ ബാക്കി 2 ഡിഷും ഇതും കൂടി എനിക്ക് അങ്ങോട്ട് ടേബിളിലേക്ക് തരാം. കഴിക്കാലോ. ഇതിപ്പോൾ എടുക്കാം, നമുക്ക് എടുത്തിട്ട് പോവാം. എനിക്ക് കാണണമല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാവും. നോക്കാവോ? നമ്മുടെ ടിക്കക്ക ആയിട്ടുണ്ടല്ലേ? ഇത് ചൂട് വരുമോ? നമ്മുടെ ടിക്ക ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഫ്രൂട്ട് നൂഡിൽസും നമ്മുടെ ഫ്രൂട്ട് ചില്ലിയും എല്ലാം കൂടി എനിക്കങ്ങ് നല്ല ചൂട് തന്നെയുണ്ട്. ടേബിളിലോട്ട് വന്നാൽ ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. അപ്പോൾ താങ്ക് യു. വളരെ